ഡൽഹിയിൽ നല്ല കനത്ത ചൂടാണിപ്പോൾ. അതോടെ ഡൽഹിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വെള്ളം പാഴാക്കി കളയുന്ന ആളുകൾക്ക് 2000 രൂപ വീതം പിഴയും ഈടാക്കുമെന്ന് ഡൽഹി ജലവിഭവ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹരിയാന ഡൽഹിയുടെ ജലവിഹിതം കൊടുക്കാത്താണ് ഈ പ്രതിസന്ധി രൂക്ഷമാക്കിയെന്നാണ് അവിടുത്തെ മന്ത്രി അതിഷി പറയുന്നത്. കൊടും ചൂടും ഉഷ്ണതരംഗവും വർദ്ധിച്ചതോടെ ഡൽഹിയിൽ പല പ്രദേശങ്ങളിലും ജലക്ഷാമം രൂക്ഷമായി. ഡൽഹിയിൽ ജലദൗർലഭ്യം സൃഷ്ടിക്കാൻ ഹരിയാനയിൽ നിന്ന് വെള്ളം തടയുകയാണെന്ന ആരോപണം ആവർത്തിച്ച് മന്ത്രി അതിഷി രംഗത്തെത്തി. ജനങ്ങൾ കുടിവെള്ള ടാങ്കറുകളെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന് പ്രദേശത്തുള്ളവർ പരാതിപ്പെടുന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകാറുണ്ട്. എല്ലാം പാഴ്വാക്കുകൾ. आएगा सब्जी का सब बोलते हैं आगे पानी आएगा, चुनाव हो रहा है तो सब पानी आ रहा है. आम आदमी बोल रहे, बीजेपी बोल रहे, सब बोल रही है. अब कह रहे पानी नहीं है, भेजेंगे एक टैंकर भेजेंगे. कौन से हिसाब से कौन से वोट गिरवा दे एक टैंकर भेजेंगे. വെള്ളം പാഴാക്കുന്നവരിൽ നിന്ന് 2000 രൂപ പിഴ ഈടാക്കണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി അതിഷി നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ കാറുകൾ കഴുകുന്നതിനോ ടാങ്കുകൾ നിറഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ടാക്കുകയോ ചെയ്താൽ അനാസ്ഥയ്ക്കെതിരെ പിഴ ചുമത്തും. കുടിവെള്ളം ദുർവിനിയോഗം ചെയ്യുന്നത് കണ്ടെത്തുന്നതിനായി പ്രത്യേക സംഘത്തെയും നിയോഗിക്കും. ന്യൂസ് ഡെസ്ക് 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.